എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഒരു മാവിൻ തോട്ടം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് 2023 ഏപ്രിൽ ഓഗസ്റ്റ് മാസത്തിൽ വെച്ച 12 മാവിനങ്ങൾ. ഈ 12 മാവിനങ്ങൾ ചങ്ങനാശ്ശേരിയിൽ എൻ്റെ സുഹൃത്തായ ഒരു സുന്ദരി ഗാർഡൻസ് എന്ന് പറയുന്നിടത്തു നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിൽ മിക്കതും തന്നെ കായ്ച്ചു. അതൊന്നും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഈ ഇവിടെ വെച്ചിരിക്കുന്നത് കേസരി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മാവ്. ഇതിനെക്കുറിച്ച് പൂർവ്വചരിത്രമൊന്നും എനിക്കറിയത്തില്ലായിരുന്നെങ്കിലും ആ നഴ്സറിക്കാർ പറഞ്ഞ നല്ല മാവിനമാണ് വെക്കുക എന്ന് പറഞ്ഞു. അത് ഞാൻ വെച്ചു. ഇതിൻ്റെ മാങ്ങ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 5-8 മാങ്ങ ഉണ്ടായിരുന്നു. ഒത്തിരി എണ്ണം പൊഴിഞ്ഞു പോയി. എങ്കിലും ഇപ്പോൾ 5-6 മാങ്ങ തന്നെ ഉണ്ട്. നിലവിൽ ഒരുതരം നല്ല മുഴുത്ത വലിപ്പമുള്ള മാങ്ങ തന്നെയാണിത്. രണ്ടാമത് വെച്ചിരിക്കുന്നത് പ്രിയൂർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത്. പ്രിയൂർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത് നമ്മുടെ നാട്ടിലുള്ള പേരയ്ക്ക മാവിനോട് തുല്യമാണെന്ന് പറയപ്പെടുന്നു. പുളി തീരെ കുറഞ്ഞ ഒരു മാവാണ്. ഇതിലെ ഒരുതരം മുഴുത്ത മാങ്ങായുമാണ്. ഇതിലും വളരെയധികം മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്തിരി എണ്ണം പൊഴിഞ്ഞു പോയി. പക്ഷേ എൻ്റെ വീടിൻ്റെ പറമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പേരയ്ക്ക മാവ് 30 വർഷത്തിന് ശേഷമാണ് കായ്ച്ചത്. പക്ഷേ ഇത് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, 3 വർഷമായില്ല, 2 വർഷം ആയപ്പോഴത്തേക്കിന് കായ്ച്ചു. മൂന്നാമത് വച്ചിരിക്കുന്നത് കോട്ടൂർക്കോണം എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരു മാവാണ്. പക്ഷേ അത് കായ്ച്ചില്ല. അതിൻ്റെ വളർച്ച അത്രയായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം. ഇത് കോട്ടൂർക്കോണം എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മാവാണ്. നാലാമത്തെ ഇനം അൽഫോൻസയാണ്. അൽഫോൻസയിലും പൂവുണ്ടായി, പക്ഷേ അത് കായ പിടിച്ചിട്ടില്ല. അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ മാതള നാരങ്ങ അനാർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ട്. വളരെയധികം പൂക്കളുണ്ടാകും. പക്ഷേ പൂക്കൾ നല്ല ഭംഗിയുള്ള ചുമന്ന പൂക്കളൊക്കെയാണ്. പക്ഷേ പൂക്കളുണ്ടായി അതെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോവുകയാണ്. അതവിടെ 2-3 എണ്ണം ഉണ്ട്. ഇത് കൂടാതെ തന്നെ ദസരി എന്ന് പറയുന്ന ഒരു ഇതിനം മാവ്. ഇത് ഏതിനം എന്താണെന്ന് അറിയത്തില്ല. ഇതിലും പൂവുണ്ടായി കാ മുഴുവൻ ഈ ചൂട് കൊണ്ട് പൊഴിഞ്ഞു പോവുകയുണ്ടായി. പിന്നീട് വെച്ചിരുന്നത് തായ് വസ്ത്ര എന്ന് പറയുന്നൊരു വിഭാഗമാണ്. അതിലും ഇപ്പോഴും കായ ഉണ്ടാകുന്നുണ്ട്. നിലവിൽ പൂവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പൂക്കൾ ഇതിനകത്തുണ്ട്. ഈ ചൂട് കൊണ്ട് കാ പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന വേറൊരു വിഭാഗമാണ് മൂവാണ്ടൻ. പേര് പറയുമ്പോൾ തന്നെ 3 വർഷം കൊണ്ടതിനകം കായ്ക്കുന്ന ഒരു വിഭാഗമാണ് മൂവാണ്ടൻ. ഇതിലും വളരെയധികം പൂക്കളും ഉണ്ടായിരുന്നു. പക്ഷേ കായകളുടെ എണ്ണം വളരെ കുറവാണ്. വേറൊരു വിഭാഗമാണ് വള്ളിയൂർ എന്ന് പറയുന്ന വിഭാഗം കുറച്ച് വലിയ മാവാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൽ കാ പിടിച്ചിട്ടില്ല. അതും ഇതുപോലെ തന്നെ 3 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അടുത്ത ഇനം വെച്ചിരിക്കുന്നത് ഞാനൊരു പേരയായിരുന്നു. കിൻഡൽ പേരായിരുന്നു പേര്. പക്ഷേ അത് ആദ്യത്തെ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങിയെങ്കിലും കാകൾ വളരെ വലുതാണ്. എങ്കിൽ പോലും അതിനകത്ത് അരിയുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്രയും വലിപ്പമുള്ള പേര ഞാനെടുത്ത് പറിച്ച് കളയാൻ വേണ്ടി ഇരിക്കുകയാണ്. പറിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഒരു കാലാപ്പാടി എന്ന് പറയുന്നൊരു നല്ലൊരു വിഭാഗം മാവ് വെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വർഷം മഴയോടുകൂടി അത് സ്ഥാപിക്കും. അടുത്ത വിഭാഗം ഏതാണെന്നറിയത്തില്ല. അതിൻ്റെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ടാഗ് കാണാനില്ലായിരുന്നു. എന്തായാലും ഇത് പേരറിയാൻ പാടില്ലാത്തൊരു വിഭാഗം മാവിനമാണ്. അടുത്ത ഒരെണ്ണം നീലം. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ഇനം മാവെന്ന് വേണം പറയാൻ പറ്റുന്ന ഒരു ഇനമാണ് നീലം മാങ്ങ. അതിൽ വളരെയധികം മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും വളരെയധികം മാങ്ങ പിടിക്കുകയും ഒത്തിരി എണ്ണം പൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാൻ ശുപാർശ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇനം മാങ്ങമാണ് നീലം മാവ്. കാരണം നീലം മാങ്ങ നമ്മുടെ നാട്ടിൽ സുലഭമായി മാങ്ങാപ്പഴമായി ലഭിക്കുന്നതാണ്. ആ ഇനം ഇപ്പോഴും അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെറിയ കണ്ണി പൂക്കലകളൊക്കെ കണ്ണി മാങ്ങകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പൊഴിഞ്ഞു പോയ മാങ്ങകൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ്ടും കിടക്കുകയാണ്. വേറൊരു വിഭാഗമാണ് തായ്ലൻഡ്.
നിത്യവും എന്നും മാങ്ങ ലഭിക്കുന്ന ഒരു ദിനമാണ്. അതാണെങ്കിൽ മാങ്ങയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല എങ്കിലും എന്നും മാങ്ങയുണ്ട്. അതുകൊണ്ട് മാങ്ങ ഇതിൽ പഴുത്ത് കിടക്കുകയും എന്നും അതുപോലെ തന്നെ പൂവുണ്ടാകുകയും മിക്കവാറും മാങ്ങ ഉണ്ടാകുന്ന ഒരു ഇനമാണ് തായ്ലൻഡ്. അത് ചെറുപ്പം മുതൽ 6 മാസം മുതൽ അത് കായ്ക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ പല പ്രാവശ്യം കായ്ച്ച ഒരിനം മാവിനാണ് തായ്ലൻഡ്. അതിനോടൊപ്പം തന്നെ എൻ്റെ മാവിൻ്റെ ഇതിന് ചെയ്യുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് ഞാൻ സ്ലറിയാണ്. സ്ലറി തയ്യാറാക്കുന്ന വിവരം പിന്നൊരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ മാവിൻ്റെ ഒറ്റ നടുവിലായി ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ 6 ചന്ദനങ്ങൾ വെച്ചിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ്. ആ ചന്ദനം ഏകദേശം ഒരു നല്ല വടിയുടെ വലിപ്പമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 2 വർഷം ഇതിനെപ്പറ്റി ഒരു കൂടുതലായൊരു വീഡിയോ പിന്നീട് ഞാൻ ഇടുന്നതാണ്.